എന്റെ ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ ആരെടുത്ത് ചോദിക്കണം? ഇവിടെ നിന്റെ ഭർത്താവായിട്ട് ഞാൻ എടുത്തോണ്ട് അപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ്ടേ? നിങ്ങൾക്കെല്ലാം ഇത് കളിയായിരിക്കും, പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഞാൻ ടൂർ പോണ്. നീ കുറെ പോയത് തന്നെ. ഈ മുറ്റത്ത് നീ വഴി ഇറങ്ങില്ല, പിന്നെ വേൾഡ് ടൂർ. ഞാനേ നിങ്ങളുടെ അനുവാദം ചോദിക്കാൻ വന്നതല്ല. ആളുടെ അനുവാദം എനിക്ക് വേണ്ടേ താനും. ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കട്ടെ. നിന്റെ കരുത്തിൽ ഞാൻ കെട്ടിയ ഒരു താലിയുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഞാൻ പറയും നീ കേൾക്കും. ഇത്രയും കാലം അങ്ങനെ നടന്നത്, ഇനിയും അങ്ങനെ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം. അപ്പൊ ആരും എന്നെ ഭരിക്കാൻ വരൂല്ലല്ലോ. അമ്മ, ഇതിപ്പോ എന്റെ അവന്റെ മനസ്സമാധാനാ പോയത്. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, ഇനി കുറച്ച് നിങ്ങളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ചേട്ടന്റെ വീട്ടില് ടൂർ വിടാത്തന്നെ ഡിവോഴ്സ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അയ്യേ എന്ത് കുയ്യേന്ന്. ഞാനേ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഇങ്ങത്താ ഞാൻ വായിച്ചോണ്ടിരിക്കുകയല്ലേ. കളിക്കാതെ ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞ എന്തോന്ന്? കളിക്കാതെ പാസ്പോർട്ട് ഇടറാ. പാസ്പോർട്ടാ? ശരി, തരണ്ട. എടുത്തവർ തന്നെ എൻ്റെ കൈ കൊണ്ട് തരും. 5 ദിവസം അതിനുള്ളിൽ എൻ്റെ കൈ വന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. കാണാം. ആ കാണാം. എൻ്റെ അച്ഛൻ തന്ന ഒരു വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണം. പിന്നെ പാസ്പോർട്ട് അവിടെ കൊണ്ട് തരണം. അത് ആരെടുത്താലും. നിന്ന് ചലക്കാണ്ട് പോവാൻ പറയടാ. അച്ഛാ, അമ്മ. ഡി സോറി, ഞാൻ അപ്പുറത്തെ ദേശത്തിൽ അറിയാതെ ചെയ്തു പോയതാ. നീ ഇല്ല എനിക്ക് പറ്റൂല. ഡൈവേഴ്സ് ഒന്നും വേണ്ട. ഞാൻ നിന്റെ ആഗ്രഹത്തിന് സമ്മതിച്ചു, നീ ടൂർ വയ്ക്കോ. പക്ഷെ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇപ്പൊ വീട്ടിലോട്ട് പോവാം. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ടൂർ പോവാൻ അച്ഛൻ സമ്മതം തന്നില്ല അമ്മ. ഇതാ, എനിക്ക് വയസ്സ് 52. ഇനി ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അമ്മ, വയസ്സാം കാലത്ത് നാട്ടുകാർ ചിരിക്കും. അല്ലെങ്കിൽ നീ ചോദിച്ചു തന്നെ ഡൈവേഴ്സ് ഒപ്പിട്ട് തന്നെ. നീ അങ്ങോട്ട് വരണ്ട. വാടാ. എടാ, പൈസ കൊടുത്തൊരു വേലക്കാരി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ വരണമെങ്കിൽ വാ. നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചില്ലേ? നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. മറിച്ച് ഈ പ്രായത്തിൽ ഡൈവേഴ്സ് ചെയ്താൽ നാട്ടുകാർ ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പൊ അവർ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് വേണ്ടതേ ഭാര്യയല്ല, ഒരു ജോലിക്കാരിയാണ്. ഇനി പറ, ഞാൻ ഡൈവേഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന്.